എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. ഏറ്റവും ദൈർഘ്യമേറിയ റേഡിയോ പ്രക്ഷേപണം നടത്തിയ രാജ്യത്തെ ആദ്യ സ്കൂൾ എന്ന റെക്കോർഡ് ഇനി മാള ഹോളി ഗ്രേസ് അക്കാഡമി CBSE സ്കൂളിന് സ്വന്തം. സിൽവർ ജൂബിലി വർഷത്തിൽ 25 മണിക്കൂർ 25 മിനിറ്റ് 25 സെക്കൻഡ് ഇടവേളയില്ലാതെ റേഡിയോ പ്രക്ഷേപണം പൂർത്തിയാക്കിയ മാള ഹോളി ഗ്രേസ് അക്കാഡമി CBSE സ്കൂൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന അഭിമാന നേട്ടം സ്വന്തമാക്കി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ സ്കൂളായി ഹോളി ഗ്രേസ് അക്കാഡമിയെ അഡ്ജുഡിക്കേറ്റർ S. സഗയരാജ് പ്രഖ്യാപിച്ചു. വ്യക്തിഗത ഗ്രൂപ്പ് റെക്കോർഡുകളിൽ നിലവിലുണ്ടായിരുന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ പരമാവധി ദൈർഘ്യം 18 മണിക്കൂറായിരുന്നു. ആ റെക്കോർഡ് മറികടന്നാണ് ഹോളി ഗ്രേസ് സ്കൂൾ കിൻഡർ ഗാർട്ടൻ മുതൽ സീനിയർ സെക്കൻഡറി വരെയുള്ള 1266 വിദ്യാർത്ഥികളെയും 79 അധ്യാപകരെയും അനധ്യാപകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. ഓഗസ്റ്റ് 23 രാവിലെ 9 മുതൽ 24 രാവിലെ 10:25 വരെ തുടർച്ചയായി ഹോളി ഗ്രേസ് റേഡിയോയിലൂടെ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് മാരത്തൺ പ്രക്ഷേപണം പൂർത്തിയാക്കിയത്. നവമാധ്യമങ്ങളുടെയും അച്ചടി മാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും പ്രസക്തി, വിവിധ മേഖലകളിൽ ഇവയുടെ ഉപയോഗവും ദുരുപയോഗവും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ, അവയുടെ ഉത്ഭവവും പ്രയോഗരീതികളും എല്ലാം ഹോളി ഗ്രേസ് റേഡിയോയിലൂടെ ലൈവായി ജനങ്ങളുമായി പങ്കുവയ്ക്കുകയായിരുന്നു ഈ മെഗാ ഷോയിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. ഇതിനായി സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ കൂടുതൽ റെക്കോർഡിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ച് സ്കൂൾ റേഡിയോ സ്റ്റേഷൻ വിപുലീകരിച്ചിരുന്നു. പ്രക്ഷേപണത്തിന്റെ തത്സമയ വീഡിയോ റെക്കോർഡിംഗും നടന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് മെഡൽ അഡ്ജുഡിക്കേറ്റർ S. സഗ്യരാജ് സ്കൂൾ ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് ക്ലെമൻസ് തോട്ടപ്പള്ളിക്ക് കൈമാറി. വൈസ് ചെയർമാൻ ജെയിംസ് മാളിയേക്കൽ, അക്കാഡമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൽ, പ്രിൻസിപ്പാൾ ബിനി M, സ്കൂൾ ക്യാപ്റ്റൻ കാർത്തിക് T. മേനോൻ എന്നിവർക്കുള്ള ബാഡ്ജുകളും അദ്ദേഹം കൈമാറി. റേഡിയോ ഷോയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്ന് അഡ്ജുഡിക്കേറ്റർ അറിയിച്ചു. Ms. Siji Varghese, Punya Verma, Jimsy Jose and Naina are the core committee members who have planned several discussions, several plan changing, and they have planned a well-defined strategic plan for the implementation of this work. And so I could say that it has been executed hassle-free without any tension for anybody at any point of time. I congratulate all these core committee members especially. And initially, the plan was for conducting 24 hours, one-day program. And I also remember the input given by Ms. Marina. This is our 25th year, why can't we go for 25 years? So it was extended for 25 years. And our adjudicator said that make it fancy, make it 25 hours, 25 minutes and 25 seconds. So we executed it for that time.